വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിനെ കുറിച്ച് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരാൾ ഉമ്മൻചാണ്ടി തന്നെയാണ്. പിണറായിക്കും അല്പം ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം പിണറായിയുടെ സർക്കാർ വന്നപ്പോൾ വേണമെങ്കിൽ ഈ പദ്ധതി വേണ്ടെന്ന് വയ്ക്കാമായിരുന്നു. പഴയ പാരമ്പര്യം അനുസരിച്ച് അവരത് ചെയ്തില്ല എന്നതുകൊണ്ട് പിണറായിക്കും ക്രെഡിറ്റ് ഉണ്ട്. എന്നാൽ ഈ പദ്ധതിക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ട വേറെ ചിലരുണ്ട്. അതിൽ ആദ്യത്തെ ആൾ സർ CP രാമസ്വാമി അയ്യരാണ്. നമുക്കറിയാം, തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് ദിവാനായിരുന്നു. സർ CP ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. ഇവിടെയുള്ളവർ അദ്ദേഹത്തെ വെട്ടി ഓടിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വികസന വിചാരത്തിന് ഒരു തരത്തിലുള്ള സമാനതകളും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും അദ്ദേഹം നാടിനെ നന്മയിലേക്ക്, വളർച്ചയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. പണ്ട് മുതൽ, ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ വിഴിഞ്ഞത്തിന്റെ സാധ്യത എല്ലാവർക്കും അറിയാമായിരുന്നു. 6-ാം നൂറ്റാണ്ട് മുതൽ വിഴിഞ്ഞത്ത് തുറമുഖമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കൊച്ചി തുറമുഖത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെയാണ് വിഴിഞ്ഞത്തിന് പ്രസക്തി പോയത്. അന്നും ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തുറമുഖമാവാനുള്ള സാധ്യത വിഴിഞ്ഞത്തിനാണെന്ന് വിദഗ്ധർ പറഞ്ഞു. കാരണം കരയോടടുത്ത് ഏറ്റവും ആഴമുള്ള കടൽ ഭാഗമുള്ളത് വിഴിഞ്ഞത്താണ്. അതാണ് ഏറ്റവും ഗുണകരമായ കാര്യം. ബോംബെക്കും ഗുജറാത്തിനും ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത വലിയ സാധ്യത വിഴിഞ്ഞത്തിനുണ്ട് എന്ന് കണ്ടെത്തി ഇവിടെ ഒരു തുറമുഖം പണിയണം എന്ന സായിപ്പിന്റെ ആഗ്രഹം നടപ്പിലാക്കാൻ ശ്രമിച്ചത് സർ CP രാമസ്വാമി അയ്യരായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സർ CPക്കാണ്. ഈ ഒരു സാധ്യത അദ്ദേഹമാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷം 91-ൽ K കരുണാകരൻ മുഖ്യമന്ത്രിയും MV രാഘവൻ തുറമുഖം മന്ത്രിയുമായിരിക്കുമ്പോഴാണ് ഇതേക്കുറിച്ച് ആദ്യമായ ചർച്ച ആരംഭിക്കുന്നത്. ഈ സാധ്യത വീണ്ടും പുനഃപരിശോധിക്കുന്നത്. ഈ പുനഃപരിശോധനയുടെ കാരണം MV രാഘവൻ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തോന്നിയതല്ല. അതിനൊരു കാരണമുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹിച്ച് ഹൈദരാബാദിൽ നിന്നും കുമാർ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ഒരു കമ്പനി എത്തുന്നു. ആ കമ്പനിക്ക് ഇതിന്റെ സാധ്യത മനസ്സിലാക്കുന്നു. ആ കമ്പനി അതിനുവേണ്ടി അപ്രോച്ച് ചെയ്തത് ദൂരദർശനെയാണ്. അന്ന് ദൂരദർശന്റെ പ്രോഗ്രാമിൽ ജോലി ചെയ്തിരുന്ന വിഴിഞ്ഞംകാരൻ തന്നെയായ ഏലിയാസ് ജോണിനോട് ഏലിയാസ് ജോൺ അദ്ദേഹത്തിന്റെ അഭിമുഖം എടുത്തപ്പോൾ മാത്രമാണ് വിഴിഞ്ഞത്തിന്റെ സാധ്യതയെക്കുറിച്ച് ആദ്യമായി കേരളം അറിയുന്നത്. അന്ന് മുതൽ ഈ പദ്ധതി കേരളത്തിന് മുഖച്ഛായ മാറ്റും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയ ആളാണ് ഏലിയാസ് ജോൺ. ഏലിയാസ് ജോണിന്റെ നിർബന്ധ പ്രകാരമാണ് MV രാഘവൻ ഇത് പഠിക്കുന്നതും ഇതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും. ചുരുക്കി പറഞ്ഞാൽ സർ CPക്ക് ശേഷം ക്രെഡിറ്റ് കൊടുക്കേണ്ട ആൾ ഈ ക്യാമ്പയിൻ, ആധുനിക കേരളത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി കൊടുത്ത ഏലിയാസ് ജോണിനാണ്. അതിനുശേഷം AK ആന്റണി മന്ത്രിസഭ വരുന്നു. അന്നാണ് ഗൗരവത്തോടെ ചില ഇടപെടൽ നടത്തിയത്. ആ ഇടപെടലിന്റെ സമയത്തും MV രാഘവൻ തന്നെയായിരുന്നു. പിന്നീട് വന്ന നായനാരും VS അച്യുതാനന്ദനും ചില ഇടപെടലുകൾ നടത്തിയെങ്കിലും അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു. വാസ്തവത്തിൽ VS സർക്കാരിന്റെ ഇടപെടൽ ഗൂഢാലോചനയായിരുന്നു. പിന്നീടാണ് ഉമ്മൻചാണ്ടി വരുന്നതും ഉമ്മൻചാണ്ടി ഇത് ദൃഢനിശ്ചയത്തോടുകൂടി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും പിണറായി വിജയൻ ഇത് കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും 6000 കോടിയുടെ കടൽ കൊള്ള എന്ന് പറഞ്ഞ് തടസ്സം നിന്ന പിണറായി അധികാരത്തിൽ വന്നപ്പോൾ അത് പൂർണ്ണമായി നടപ്പിലാക്കി ക്രെഡിറ്റ് എടുക്കുന്നു. പിണറായി ക്രെഡിറ്റ് എടുക്കണം. കാരണം പിണറായിയുടെ ഇച്ഛാശക്തി ഇത് പൂർത്തിയാകാൻ കാരണമായിട്ടുണ്ട്. പിണറായിക്ക് ക്രെഡിറ്റ് ഉണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയെ മറന്നുകൊണ്ടുള്ള ക്രെഡിറ്റ് ഒരു കാരണവശാലും പിണറായിക്ക് ഇല്ല. അത് ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്. അതിനേക്കാൾ മുമ്പ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സർ CPക്കും ഏലിയാസ് ജോൺ എന്ന മാധ്യമ പ്രവർത്തകനുമാണ്. ഇത് പൂർത്തിയാക്കിയതിൽ പിണറായിക്കും ക്രെഡിറ്റ് കൊടുക്കണം.